നിങ്ങൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നിങ്ങളെ പ്രൊഫഷനിലുണ്ടായ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മളവിടെ ചെന്നതിന് ശേഷം പ്രൊഫഷണലി ഉണ്ടായ ഗ്രോത്തിനെക്കാട്ടിലും ഉപരി എൻ്റെ ലൈഫ് സ്റ്റൈലിലുണ്ടായ ഗ്രോത്ത് ആയിരിക്കും ഏറ്റവും അടിപൊളി. ബിക്കോസ് നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെന്നു നഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 6 മന്ത് പ്രൊബേഷൻ പീരീഡാണ്. സോ ഈ പ്രൊബേഷൻ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ അവിടെ പെർമനൻ്റ് ആവുന്നത്. സോ നമ്മൾ ആ പെർമനൻ്റായി അന്നോട്ട് സ്റ്റിൽ ഇന്ന് വരെ നമ്മൾ ആ നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ അകത്ത് പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു ടീം ലീഡ് അങ്ങനെയുള്ള പൊസിഷനിലോട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് മാറാം. അതിന് നമുക്ക് വേണ്ടത് ഒരു മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എൻ്റെ ഒരു ലൈഫിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വെറും 0 ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര പൊസിഷനിൽ എത്തുന്നില്ല. എന്നാലും ഇന്ന് ഈ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കണമെങ്കിലോ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിലോ ഒന്നും ആരോടും ചോദിക്കണ്ടേ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഈ ആരോടും ചോദിക്കേണ്ടെന്ന് മുമ്പിൽ നമുക്ക് ആ ഒരു പ്രൈസ് ടാഗ് നോക്കണ്ടാത്തൊരു അവസരം വരെ എത്തിയത് ഈ ഒരു പ്രൊഫഷൻ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണലി ഗ്രോത്ത് ആവാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. നമുക്ക് ഈ ടീം ലീഡ് പോലെ തന്നെ വേറെ ഒരുപാട് പൊസിഷനിലോട്ട് നമുക്ക് വൈറ്റർ ബിൽഡിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഫർദർ സ്റ്റഡീസ് ചെയ്തിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ഫർദർ സ്റ്റഡീസ് അവിടെ അവർ ഹോസ്പിറ്റൽസ് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരുന്ന കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെന്നെ ഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന്. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസും അവർ തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നതെന്ന് കേട്ടിട്ടില്ലേ? ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയി നമ്മുടെ ഒരു എംപ്ലോയർ അവിടെ കൊണ്ടുപോയി അവർക്ക് വേണ്ട കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എല്ലാം പോലെ അതുപോലെ തന്നെയാണ് ഈ വൈറ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട ഇപ്പോൾ പ്രാക്ടീസ് സൺലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കലി ഉള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ക്ലിനിക്കൽ ടീച്ചേഴ്സിനാണ് പ്രാക്ടീസ് സൺലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ അവർക്ക് ആ ഒരു ടീം ആ ഒരു സ്റ്റെല്ലെ അഥവാ പൊസിഷൻ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മളെ അവർ പഠിപ്പിച്ച് അവർ ഫുള്ളി ഫണ്ട് ചെയ്ത് നമ്മളെ അവർ പഠിപ്പിച്ച് 2 ഇയർ കൊണ്ട് അതാക്കി നമുക്ക് ആ പൊസിഷൻ തന്നു, നമുക്ക് ആ സാലറി കൂട്ടി തരും. സോ ആ സമയത്ത് നിങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ആ മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹോളിഡേയ്സ് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനുള്ള അഡീഷണൽ സമയം അവർ തരുമോ? ഇപ്പോൾ ഒരു പ്രാക്ടീസ് സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെയുള്ള മലയാളീസ് പ്രാക്ടീസ് സൺലൈറ്റും ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മന്ത്സ് 3 മന്ത്സ് കൂടുമ്പോൾ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ആയിരിക്കും ക്ലാസ്സസ്. സോ ആ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് വർക്ക് ചെയ്യേണ്ട ആ സമയം ഇവരുടെ നോർമൽ ഡ്യൂട്ടി അവേഴ്സായിട്ട് കൂട്ടി സാലറി കിട്ടും. നമ്മൾ കോഴ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ട, കോഴ്സ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ജോബും കിട്ടും. സോ അതാണ് ഈ വൈറ്റർ ബിൽഡിംഗ്. അത് ഓൾമോസ്റ്റ് ഒരു 80 to 90% ഹോസ്പിറ്റൽസ് ഓൾഡ് ഏജ് ഹോം ഓർ റീഹ എല്ലായിടത്തും അവർ ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത്. മാഡം ചെയ്തിട്ടുണ്ടോ സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടോ ഫ്യൂച്ചറിൽ? ഞാൻ ഓൾറെഡി MBA കഴിഞ്ഞതാണ് ജർമ്മനിയിൽ. സോ അതുകൊണ്ട് ഞാൻ ഈ നഴ്സിംഗിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞോളൂ. എൻ്റെ ഗ്രാജുവേഷൻ ലാസ്റ്റ് മന്തിലായിരുന്നു. സോ ഞാൻ ആ ഒരു ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടിപൊളി. സോ ഈ പ്രൊഫഷൻ വിടുന്നതാണ് ഞാൻ മീൻസ് നഴ്സിംഗ് പ്രൊഫഷൻ വിടുന്നെന്ന് ഉള്ളതിലുപരി ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ചും കൂടെ ബെറ്റർ പൊസിഷൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ജർമ്മനി ഗീവ്സ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഞാൻ ആ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയപ്പം എനിക്ക് അവിടെ എത്താനായിട്ടുള്ളൊരു കടമ്പ, അല്ലെങ്കിൽ എനിക്ക് ജർമ്മൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ട്, ഞാൻ ജർമ്മനിയിലാണ്, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് സ്കിൽസ് എനിക്ക് മീറ്റ് ചെയ്യാത്തൊരു സ്കില്ലെന്ന് പറയുന്നത് ഒരു മാസ്റ്റേഴ്സ് ആയിരുന്നു. സോ ആ മാസ്റ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇനി വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ എനിക്ക് പോകണമെന്ന് താല്പര്യമില്ല. ബിക്കോസ് അതാണ് ലോകത്തിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ഒരു നഴ്സിംഗ് എന്നതിലുപരി അതിന് ഹയർ ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അവിടുത്തെ ഗവൺമെന്റ് ആയിരിക്കും അല്ലേ? ഇത് ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ എന്ന് പറയുന്നത് നിങ്ങളെ എന്താക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നോക്ക് ചെയ്യുക. ഒബ്വിയസ്ലി അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ജസ്റ്റ് സ്റ്റാഗ്നന്റ് അല്ലാതെ നിങ്ങൾക്ക് അതിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടാവുമെന്നാണ് വേണം പറയാൻ. തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള ആൾക്കാരും ഒക്കെ നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അടുത്ത പൊസിഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാൻ വേണ്ടി. പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഫേർട്സ് വിടണം. നമ്മളിപ്പോൾ B2 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്ലുവൻസി ഉണ്ടാകത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ അവിടെ ചെന്നാലും പിന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വെച്ചാൽ ആ ഒരു ലാംഗ്വേജിൽ കുറച്ചുകൂടെ പ്രൊഫഷൻസി ഉണ്ടെന്ന് തോന്നിയാലേ അവർ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കടത്തത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ റാൻഡം ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ലാംഗ്വേജ് ഇവിടുന്ന് പഠിച്ചു, ലാംഗ്വേജ് ഓക്കെ എനിക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നിങ്ങൾ കേൾക്കുന്ന ജർമ്മൻ ഇവിടുന്ന് പഠിച്ച ജർമ്മനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നോ? നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നോ?
നമുക്ക് ഇപ്പൊ കേരളത്തിൽ തന്നെ മലയാളം അറിയാന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പല പല ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന സ്ലാങ്ങിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ തിരുവനന്തപുരം പോലെയല്ല, കണ്ണൂർ, കോഴിക്കോടൊക്കെ സെൻട്രലി ഡിഫറെന്റ്. സോ ഇപ്പൊ നമ്മൾ ബേസിക്കലി നമ്മളൊരു ജർമ്മൻ പഠിക്കാന്ന് പറയുന്നത് ഒരു ആലപ്പുഴ കോട്ടയം റീജിയനിലെ ജർമ്മനാണ്. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ജർമ്മനാണ്. പക്ഷെ നമ്മൾ പോകുന്ന ഓരോ സ്റ്റേറ്റും അവിടുത്തെ സ്റ്റാറ്റും അവിടെയുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, ഇപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്തൊക്കെ കുറച്ച് പ്രായമായ കൊളീഗ്സിൻ്റെ കൂടെയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബവേറിയ എന്ന് പറയും. അത് മിറ്റൽ ഫ്രാങ്ക് എന്ന് പറയും. അവർ സംസാരിക്കുന്ന ഭാഷ ഫ്രാങ്ക്രിഷ് എന്ന് പറയും. സോ ഇത് ജർമ്മനായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അറിഞ്ഞുകൂടാ. സോ അത് കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ജർമ്മനാണ് എന്ന് പറഞ്ഞ് അവർ നമ്മൾ പഠിച്ച ജർമ്മൻ സംസാരിക്കത്തില്ലെന്നല്ല. പക്ഷേ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഈ ഒരു ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ലാങ്ങിൻ്റെ ഡിഫറൻസ് എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അവിടെ പോയാലും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ഒപ്പം എത്താനായിട്ട് ഇമ്പ്രൂവ് ആവാനും സാധിക്കത്തുള്ളൂ.